കുറ്റം ചെയ്താൽ ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞത്. അതാരായാലും അല്ല. നിങ്ങൾ ആ പ്രതിക്കൊപ്പം, പ്രതി എന്ന ആരോപണ വിധേയനായിട്ടുള്ള നടനൊപ്പം നിൽക്കുന്ന നിലപാടാണ് ധർമ്മജൻ. നിങ്ങൾ ആ സമയത്ത് എടുത്ത നിലപാട് എല്ലാവർക്കും അറിയാം. നിങ്ങൾ വേറെ വർത്താനം പറയണ്ട. ഞാൻ പറഞ്ഞ വർത്താനം എനിക്ക് നല്ല ഓർമ്മയുണ്ട്. ഞാൻ ഒരു ജയിലിന്റെ പുറത്ത് പോയിട്ട് കരഞ്ഞതും അതൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ പറഞ്ഞ വർത്താനം കുറ്റം ചെയ്താൽ ആരായാലും ശിക്ഷിക്കപ്പെടണമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. അത് വളച്ചൊടിക്കാൻ ശ്രമിക്കണ്ട, ഞാൻ സമ്മതിക്കില്ല. നാട്ടുകാർക്ക് അറിയാം ധർമ്മജൻ, നിങ്ങൾ എടുത്ത നിലപാട് എന്താ നാട്ടുകാർക്ക് അറിയാം. നിങ്ങൾ എന്നോട് ചോദ്യം ചോദിച്ചിട്ട് കാര്യമില്ല. ഒരു പ്രതി ജയിലിൽ കിടക്കുമ്പോൾ ആ ജയിലിന് പുറത്തുപോയി പൊട്ടിക്കരഞ്ഞ ഒരാൾ പറയുന്നത് കുറ്റം ചെയ്ത ആളെ ശിക്ഷിക്കട്ടെ എന്നല്ല. നിങ്ങൾ അത് വ്യക്തമായ നിലപാട് പ്രഖ്യാപിക്കുകയായിരുന്നു. ഹലോ, അതെന്റെ നിലപാടാണ്. എനിക്ക് പൊട്ടിക്കരയണോ ചിലപ്പോ ഞാൻ അവിടെ ഇട്ട് എന്ത് ചെയ്യണമെന്ന് ഞാൻ തീരുമാനിക്കും. ആ നിലപാട് പറയുന്ന നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയാണ് ധർമ്മജൻ? ആ നിലപാട് വ്യക്തമാക്കിയ നിങ്ങൾക്ക് എന്ത് ധാർമ്മികതയുണ്ട്? അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ എന്താണ് പറയുക? ഞാൻ തീരുമാനിക്കും. അത് നിങ്ങൾ എന്നെ പഠിപ്പിക്കണ്ട, അതെന്നെ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. അത് ഞാൻ എന്റെ ഒരു മാനസികാവസ്ഥയാണ്. അത് ഞാൻ എന്തുകൊണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ചെയ്യും. ധർമ്മജൻ, ഈ രീതിയിൽ സമൂഹത്തോട് പ്രതികരിച്ച ഒരാളാണ് സിദ്ദിഖ്. നല്ല പ്രതിബദ്ധതയുള്ള ആളാണ്. നിങ്ങൾ സമൂഹത്തിനോട് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ 10 രൂപ ഒരാൾക്ക് എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ? ഞാനത് കൊടുക്കാറുള്ള ഒരാളാണ്. ലിസ്റ്റ് ഇവിടെ ഒന്നും പറയില്ലല്ലോ എന്റെ പണി. ആ കൊടുക്കുന്ന ലിസ്റ്റ് ഇവിടെ ഒന്നും പറയില്ലല്ലോ എന്റെ പണി. എന്റെ മേഖലയിലാണ് നടക്കുന്നതെങ്കിൽ അത് ചോദിക്കാൻ എനിക്ക് ബാധ്യതയുണ്ട്. ഇല്ല ധർമ്മജൻ, നിങ്ങൾക്ക് നിങ്ങളുടെ മേഖലയിൽ തോന്നിവാസം നടക്കുന്നു. നടത്തുന്നവരെ നിങ്ങൾ സഹായിക്കുന്നു. നിങ്ങൾക്ക് അവരെ കുറിച്ച് പറയാൻ നിങ്ങൾക്ക് അറിയില്ല. എന്തെന്നാണ് മോളെ ഇങ്ങനെയൊക്കെ പറയണത്? നിങ്ങളുടെ ശമ്പളത്തിൽ നിന്ന് 10 രൂപ ഒരാൾക്ക് കൊടുത്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പറയാനോട് 10 രൂപയിൽ അധികം കൊടുത്തിട്ടുണ്ടോ? നിങ്ങൾക്ക് അറിയോ ഞാൻ 10 രൂപ കൊടുത്തിട്ടുണ്ടോ ഇല്ലോ? നിങ്ങൾക്ക് എങ്ങനെ പറയാൻ കഴിയും? നിങ്ങൾക്ക് എങ്ങനെയാണ്? നിങ്ങൾ എന്നെ ചോദ്യം ചെയ്യണ്ട. ആ രീതിയിൽ നിങ്ങൾക്ക് യാതൊരു ആരോപണം ഉന്നയിക്കാൻ പറ്റുകയുമില്ല. ധർമ്മജൻ ബോൾഗാട്ടി 10 രൂപ കൊടുത്തിട്ട് 10ഉം 10,000 കൊടുത്ത ശേഷം എന്നോട് ചോദ്യം 10ഉം 10,000 കൊടുത്ത ശേഷം എന്ത് തോന്നിവാസമാകാമെന്നാണോ? ഒരാളോട് ചോദ്യം ചോദിച്ചാൽ തിരിച്ചും ചോദ്യം ചെയ്യാൻ അവകാശമുണ്ട്. എന്ത് തോന്നിവാസവും നടത്തുന്നതിന് മുൻകൂർ ജാമ്യം എടുക്കരുത്. 10ഉം 10,000 ഞങ്ങൾ കൊടുത്തു, വീട് വെച്ചു, എന്നിട്ട് ഞങ്ങൾ ഈ തോന്നിവാസം മുഴുവൻ ചോദിക്കും, നടത്തും. ആരും ചോദിക്കാൻ വരണ്ട. അതാണ് പറയുന്നത്. നിങ്ങള് അമ്മ വെച്ചു കൊടുത്ത പോലെ നിങ്ങൾ എന്തെങ്കിലും കൊടുത്തിട്ടുണ്ട്? അമ്മ സംഘടന വെച്ചു കൊടുത്ത എത്ര വീടുകളുണ്ടെന്നറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾക്ക് അറിയാൻ പാടില്ല. അമ്മ സംഘടന പറ്റി നിങ്ങൾ പഠിച്ചു നോക്ക്. അതെ, ആ വെച്ചു കൊടുത്ത വീടിനേക്കാളും എത്ര സ്ത്രീകൾ പരാതി പറഞ്ഞു, എത്ര സ്ത്രീകൾ ലൈംഗികമായി പീഡിപ്പിക്കപ്പെട്ടു, എത്ര പേർ ഈ ഫീൽഡിൽ നിന്ന് ഔട്ടായി പോയി. ഇനി ഞാൻ പറയേണ്ട ആവശ്യമൊന്നുമില്ല. ഇതൊക്കെ എല്ലാവർക്കും അറിയാം. നിങ്ങൾ ഈ വീട് വെച്ച കണക്കൊക്കെ ആരോടാണ് പറയുന്നത് ധർമ്മജൻ? പരിഹാസ്യമാകും, സമൂഹത്തിന് മുന്നിൽ പരിഹാസിക്കപ്പെടും. ഞാൻ വീട് വെച്ചത് ഞാൻ മിമിക്രിയും ഇതൊക്കെ ചെയ്തിട്ട് തന്നെ വെച്ചത്, സിനിമയൊക്കെ ചെയ്തിട്ട് തന്നെ വെച്ചത്. ഇത് ഔട്ടായി പോകുന്നു എനിക്കറിയാൻ പറ്റില്ല. എനിക്കും സിനിമയിലുണ്ടായിട്ടുണ്ട്. അതൊന്നും നമ്മളുടെ കുറ്റമല്ല, ചിലപ്പോ നമ്മുടെ കുറ്റമായിരിക്കും. അത് ഓരോരുത്തർ വരുന്നു, പുതിയ സിനിമകളിലേക്ക് പുതിയ നടന്മാര് വരുന്നു, പുതിയ ആൾക്കാർ വരുന്നു, പുതിയ 10 പേര് വെച്ച് വരുമ്പോ പണ്ടാണ് കുറച്ചു പേരുണ്ടായിരുന്നുള്ളത്. ഇപ്പൊ എല്ലാരും വരുന്നു. നമുക്ക് സിനിമ ഇല്ലാണ്ടാകുന്നത് നമ്മ ആരും കുറ്റപ്പെട്ടിട്ട് കാര്യമില്ല. ഇല്ല ധർമ്മജൻ, നിങ്ങളുടെ കൂട്ടത്തിൽ പുഴുക്കുത്തുകൾ ഉണ്ടെങ്കിൽ അത് തുറന്നു പറയാൻ ആർജവം കാണിക്കണം ധർമ്മജൻ. അതല്ലാതെ ഈ തോന്നിവാസക്കാരെ മുഴുവൻ സഹായിച്ച് അവർക്കൊപ്പം നിന്ന് ഞങ്ങൾ കുറെ വീട് വെച്ച് കൊടുത്തു എന്ന് പറയുന്നിടത്ത് ധർമ്മജൻ ബോൾഗാട്ടി, നിങ്ങൾ നാണം കെടുകയാണ് പൊതുസമൂഹത്തിന് മുന്നിൽ. ഞാൻ നാണം കെടുക്കുന്നില്ല, നിങ്ങളാണ് നാണം കെടുക്കുന്നത്. നിങ്ങൾ ഈ വർത്താനം പറഞ്ഞ നിങ്ങളാണ് നാണം കെടുന്നത്. നിങ്ങള് മമ്മൂട്ടി, മോഹൻലാൽ എന്നൊക്കെ പറയുന്ന വലിയ ആൾക്കാർ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നത്. നിങ്ങളാണ് നാണം കിടന്നത്. നിങ്ങളാണ് നാണം കിടന്നത്. ധർമ്മജൻ ഒരുപാട് സംഭവങ്ങൾ ചെയ്യുന്നത് കൊണ്ട് എന്ത് തോന്നിവാസവും കാണിക്കാം. ഏത് സ്ത്രീയെ വേണമെങ്കിലും ദ്രോഹിക്കാം, ഏത് സ്ത്രീയെ വേണമെങ്കിലും ആക്രമിക്കാം എന്നാണോ പറയുന്നത്? നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത്? സിനിമാക്കാരെല്ലാം മോശക്കാരാണോ? സിനിമാക്കാരെല്ലാവരും മോശക്കാരാണെന്ന് ആരും പറഞ്ഞിട്ടില്ല. പക്ഷേ നിങ്ങളുടെ കൂട്ടത്തിൽ മോശക്കാരുണ്ടെങ്കിൽ അത് പറയാനുള്ള ധൈര്യം നിൽക്കലായിരുന്നു. പക്ഷെ എനിക്ക് ലാലേട്ടൻ പ്രസിഡന്റ് ആയിട്ടിരിക്കേണ്ട ഒരു സംഘടനയിലെ അംഗമാണ് ഞാൻ.
സിദ്ദിഖിക്ക ഇപ്പൊ രാജിവെച്ചു എന്ന് പറയുന്നു. എനിക്ക് ബാബു ചേട്ടൻ, മമ്മൂക്ക എല്ലാരും ഉള്ള ഒരു സംഘടനയാ. നിങ്ങൾ ഈ ജാതി വർത്താനം പറഞ്ഞാൽ ഞാൻ ശരിക്കും പറഞ്ഞാല് ഞാൻ പച്ചത്തെറി പറയാണ്. അത് നിങ്ങളുടെ സംസ്കാരമാണ് ധർമ്മജൻ. എനിക്ക് അതിലൊന്നും ഒരത്ഭുതവും ഇല്ല. നിങ്ങൾ ഈ രീതിയിൽ നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിൽ നിലപാടെടുത്ത നിങ്ങൾ ഈ വാർത്ത അവതരിപ്പിക്കുന്ന അവതാരികയെ തെറി പറയും. എനിക്ക് അതിലൊരു അത്ഭുതവും ഇല്ല ധർമ്മജൻ, എനിക്കൊരു അത്ഭുതവും ഇല്ല. ജനങ്ങൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾക്ക് എന്തും പറയാം, നിങ്ങൾക്ക് എന്തും പറയാം. ഈ സമൂഹത്തിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട് അത് പറയും. നിങ്ങൾ എന്ത് സമൂഹത്തിന് എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങൾ ചാനലിൽ ഇരുന്നിട്ട് കൊണച്ച വർത്താനം പറയാനല്ലാതെ നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഞങ്ങൾ ഷൂട്ടിംഗ്, ഞങ്ങൾ ഇതുപോലെ ഞങ്ങളുടെ ഒപ്പം ജോലി ചെയ്യുന്ന പെൺകുട്ടികൾ ലൈംഗിക അതിക്രമത്തിന് വിധേയരാകുമ്പോൾ അതിലുണ്ടായ പ്രതികളെ സംരക്ഷിക്കാൻ നടന്നിട്ടില്ല. ഞങ്ങൾ ഒരു പ്രതിയെ സംരക്ഷിക്കാൻ നടന്നിട്ടില്ല. ഞങ്ങൾ അങ്ങനെ ഒരു നിലപാട് എടുത്തിട്ടില്ല. നമ്മളോട് അത്ര വലിയ വർത്തമാനം പറയേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? നിങ്ങളുടെ ശമ്പളം എടുത്തിട്ട്, നിങ്ങളുടെ ഭർത്താവിന്റെ ശമ്പളം എടുത്തിട്ട്, നിങ്ങളുടെ ജീവിതത്തിൽ ശമ്പളം എടുത്തിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? എന്ത് ചെയ്തിട്ടുണ്ട്? ധർമ്മജൻ, ഒന്ന് ഞാൻ ചെയ്ത കാര്യങ്ങൾ നിങ്ങളെ പോലെ എനിക്ക് കൊട്ടിഘോഷിക്കേണ്ട കാര്യമില്ല. രണ്ടാമത്തത്, ഇതെല്ലാം ചെയ്യും ഞങ്ങൾ മറ്റുള്ളവർക്കെതിരെ എന്ത് തോന്നിവാസം കാണിക്കുമെന്നാണോ? നിങ്ങൾ എനിക്കിട്ട് കൊട്ടിഘോഷിക്കണ്ട.